ഈശംശേഖ് സ്ഥിതിയായിരിക്കട്ടെ. എന്റെ പള്ളിയുടെ പേര് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കൊരട്ടി. കൊരട്ടിപ്പള്ളി എന്ന് പറയുമ്പോൾ ഒട്ടനവധി ചരിത്രങ്ങൾ കൊരട്ടിപ്പള്ളിക്കുണ്ട്. 1381 ശക്തൻ നമ്പുരാന്റെ കാലത്ത് സെപ്റ്റംബർ 8-ാം തീയതിയാണ് പള്ളി നിലവിൽ വന്നത്. പള്ളിയുടെ ഇപ്പോഴത്തെ രൂപം പുതുക്കി പണിതതാണ്. കൊരട്ടിമുത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ആനക്കൊമ്പ് കൊണ്ടാണ്. മേലൂരിൽ നിന്നുള്ള ഒരു ഭക്തൻ തന്റെ പാടത്തുണ്ടായ ആദ്യത്തെ ഫലം ഇങ്ങോട്ട് കൊണ്ടുവരണ നേരത്ത് ഒരു ജന്മി വന്നിട്ട് ആ പഴത്തിൽ നിന്ന് കഴിച്ചു. അത് തുടർന്ന് ആ ജന്മിക്ക് ഒട്ടനവധി വയറുവേദന ഉണ്ടായി. കുറെ നേർച്ചകളും മന്ത്രവാദവും ചെയ്തിട്ടും മാറിയില്ല. പിന്നീട് കൊരട്ടിപ്പള്ളിയിൽ വന്ന് ആ സ്ഥലം പള്ളിക്ക് എഴുതി വെച്ചതിന് ശേഷമാണ് അയാളുടെ വയറുവേദന പൂർണ്ണമായി മാറിയത്. ഇവിടുത്തെ പ്രധാന നേർച്ച പൂവങ്കൊലയും പിന്നെ മുട്ടിലഴയുന്നതാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾ വന്ന് മുട്ടിലഴയുകയും പിന്നീട് കുട്ടികളുണ്ടായ ശേഷം ആ പിള്ളേരുമായി വന്ന് തുലാഭാരം നടത്തുകയും ചെയ്യുന്നതും ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു നേർച്ചയാണ്. നമസ്കാരം, എന്റെ പേര് ഇസതൻഷ. എന്റെ പള്ളിനെ കുറിച്ചാണ് ഞാൻ പറയാം. എന്റെ പള്ളിയുടെ പേര് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കൊരട്ടി. എന്റെ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിലെ പ്രത്യേകത രൂപമാണ് കൊരട്ടിമുത്തി. കൊരട്ടിമുത്തി എന്ന പ്രത്യേക രൂപം ഉണ്ടാക്കിയത് തന്നെ ആനക്കൊമ്പ് വെച്ചിട്ടാണ്. ഇവിടെ കുറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഭക്തൻ പൂങ്കൊലയായിട്ട് ഇവിടെ വന്ന് നേർച്ച വയ്ക്കാൻ വന്നപ്പോൾ ഒരു രാജാവ് വന്ന് എനിക്ക് ഈ പഴം വേണം, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ സമ്മതിച്ചില്ല. പക്ഷെ ആ രാജാവ് പഴം എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം തന്നെ അയാൾക്ക് ശക്തമായ വയറുവേദന എടുത്തു. അതിനാൽ അയാൾ ഡോക്ടർ ആയുർവേദ എടുത്ത് പോയപ്പോൾ പറഞ്ഞു, നീ പള്ളിയിൽ പൂവങ്കൊല സമർപ്പിക്കുക, അപ്പോൾ നിനക്ക് കിട്ടും. അയാൾ കുറെ പണിയെടുത്ത് പൂവങ്കൊല സമർപ്പിച്ചു. പൂവങ്കൊല സാധാരണ പൂവങ്കൊലയല്ല, സ്വർണ്ണ പൂവങ്കൊലയാണ് വെച്ചത്. ഇവിടെ കൊരട്ടി റെയിൽവേ സ്റ്റേഷന് ഉണ്ടായിരുന്നില്ല. കൊരട്ടിമുത്തിയുടെ പെരുന്നാളിൻ്റെ അന്ന് ഈ തീവണ്ടി പോണ സമയത്ത് ആ ഒരു ദിവസം തന്നെ തീവണ്ടി നിന്നു. അങ്ങനെ ആ ഒരു പെരുന്നാളിന് ശേഷമാണ് ഈ തീവണ്ടി പോയത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തീവണ്ടി ഉണ്ട്. നന്ദി, നമസ്കാരം. എൻ്റെ പള്ളിയുടെ പേര് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കൊരട്ടി. ഇവിടെ കേരളത്തിലെ രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് കൊരട്ടിപ്പള്ളി. കൊരട്ടിപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ അറിയാറില്ല. കൊരട്ടിമുത്തിയുടെ എല്ലാവരും മനസ്സിലാകുന്നതും പള്ളി ഏതാണെന്ന് അറിയുന്നതും ഇവിടുത്തെ അച്ഛന്മാരെല്ലാവരും, ഇവിടെ മൊത്തം 5 അച്ഛന്മാരുണ്ട്. ആ 5 അച്ഛന്മാരും ഭയങ്കര ഫ്രണ്ട്ലിയും, വേറെ ഇടവേഗ വെച്ച് നോക്കുമ്പോൾ ഈ ഇടവേഗയിലുള്ള അച്ഛന്മാരെ ഭയങ്കര കുട്ടിത്തുള്ള അച്ഛന്മാരാണ്. പിന്നെ ഈ പള്ളിയിലെ മാതാവിന്റെ രൂപം കുറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു രൂപമാണ്. ആ രൂപം ഉണ്ടാക്കിയിട്ടുള്ളത് ആനക്കൊമ്പ് വെച്ചിട്ടാണ്. ആ ഒരു രൂപം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറെ തരത്തിലുള്ള അത്ഭുതങ്ങൾ ഈ കൊരട്ടിയിൽ നടന്നിട്ടുണ്ട്. മേലൂര് ഭാഗത്തു നിന്നുള്ള പൂവങ്കൊല സമർപ്പണം ഇവിടുത്തെ വലിയൊരു ചടങ്ങാണ്. അതൊരു ദിവസം മൊത്തം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അവിടെ മേലൂരിൽ നിന്ന് കുറെ വണ്ടികളിൽ പൂവങ്കായയുടെ കൊല ഭയങ്കര ആഘോഷമായി കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണത്. അതിൽ തന്നെ ഇതിനു തന്നെ വലിയൊരു കഥ ഇതിന് പിൻതലമുറയിലുണ്ടായിരുന്നു. പണ്ടൊരു ജന്മി നടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ കൊരട്ടിമുത്തിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല പൂവങ്കൊലയും കൊണ്ട് വരുമ്പോൾ ജന്മി വന്ന് അതിൽ നിന്ന് പഴം ഉരിഞ്ഞെടുത്ത് തിന്നു. എന്നിട്ട് ആ ഒരു പാവം കർഷകൻ കരഞ്ഞിട്ടാണ് പിന്നെ മുത്തിക്ക് ഒരു 2-3 പഴം മാത്രമാണ് സമർപ്പിച്ചത്. അതിന് ഫലമായിട്ട് ജന്മിക്ക് ആ ഒരു പഴം കഴിച്ചതിന് തുടർന്ന് ഭയങ്കരമായിട്ട് വയറുവേദന തുടങ്ങി. അതിനുശേഷം ജന്മി കുറേ ആയുർവേദ ഡോക്ടർമാരെ പോയി കണ്ടു, വൈദ്യന്മാരെ പോയി കണ്ടു. എന്നിട്ടും ഒരു ഗുണം ഉണ്ടായില്ല. അത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പള്ളിയുടെ അകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം ആ ഒരു വൈദ്യന്മാർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു. ഒരു പാവപ്പെട്ട കർഷകൻ സമർപ്പിക്കാൻ വെച്ച കൊലയിൽ നിന്നാണ് നിങ്ങൾ അത് ഉരിഞ്ഞെടുത്ത് കഴിച്ചത്. അത് വലിയൊരു പാപമാണ്. അത് നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ വയറുവേദന മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു ചടങ്ങ് അതിനുശേഷമാണ് ഇവിടെ മേലൂരിൽ നിന്നുള്ള പൂവങ്കായ സമർപ്പണം സജീവമായി തുടങ്ങിയത്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്റെ പള്ളിയുടെ പേര് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കൊരട്ടി. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മരിയൻ പിൽഗ്രിം എന്നറിയപ്പെടുന്ന പള്ളിയാണ് ഞങ്ങളുടേത്. കേരളത്തിലെ ലൂർദ് എന്ന് അറിയപ്പെടുന്ന പള്ളിയാണ് കൊരട്ടിപ്പള്ളി. ഈ പള്ളിക്ക് പിന്നിൽ വളരെയേറെ ചരിത്ര പ്രധാനം തന്നെയുണ്ട്. തന്റെ പാടത്തുണ്ടായ ആദ്യ പൂവൻകുല മുത്തിക്ക് സമർപ്പിക്കണമെന്ന് ആഗ്രഹമായി വന്ന കർഷകന്റെ കയ്യിൽ നിന്ന് ഒരു ജന്മി ആ കുലയിൽ നിന്ന് ഒരു പഴമെടുക്കുകയും അതിനെ തുടർന്ന് അയാൾക്ക് കഠിനമായ വയറുവേദന ഉണ്ടാവുകയും തുടർന്ന് അയാൾ മുത്തിക്ക് ഒരു പൂവൻകുല സമർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പൂവൻകുല സമർപ്പണം എന്ന നേർച്ച നടക്കുന്നത് തന്നെ.
മധുര കോട്സിന്റെയും റെയിൽവേ സ്റ്റേഷൻ കൊരട്ടിയിലെ റെയിൽവേ സ്റ്റേഷന്റെയും പിന്നെ കൊരട്ടിപ്പള്ളിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കൊരട്ടിപ്പള്ളിയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. നന്ദി. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്.